അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിപ്പിക്കാം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി. മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. അർത്ഥം എഴുതേണ്ടതില്ല, അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥമായിരിക്കും ചോദിക്കുക, അതുകൊണ്ടാണ് അർത്ഥം പറഞ്ഞത്. 2, തഅ്മുറൂന, നിങ്ങൾ കൽപ്പിക്കുക, ബിൽ മാറൂഫി, സൽക്കർമ്മങ്ങൾ കൊണ്ട്. വതൻഹൗന, നിങ്ങൾ വിരോധിക്കുക, തടയുക, അനിൽ മുൻകരി, ദുഷ്കർമ്മങ്ങളെ തൊട്ട്. 4, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹ. അള്ളാഹുവിന് സുന്ദരമായ പേരുകൾ ഉണ്ട്, അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യൂ. 5, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, ഇത് നിങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ആയത്തൻ, ദൃഷ്ടാന്തമായിട്ട്, അത്ഭുതമായിട്ട്. 6, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, പൂരിപ്പിക്കാം. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ. 2, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഡാഷ് വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ വിരലുകൾക്കിടയിൽ നിന്നും ഉറവയായ വെള്ളമാണ്. അതാണ് എഴുതി കൊടുക്കേണ്ടത്. 3, ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഉത്തരം ഇങ്ങനെ എഴുതേണ്ടത്: അംബിയ മുർസലുകളിൽ നിന്ന് ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് മുഅ്ജിസത്ത് എന്നും ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്നും പറയും. 2, അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന 2 ഗുണങ്ങൾ. 1, മനപ്പാടമാക്കിയവന് സ്വർഗം ലഭിക്കും. 2, അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. അസ്മാ കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഈ 2 കാര്യമാണ് എഴുതേണ്ടത്. 3, ഔലിയാ എന്നാൽ ആരാണ്? അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. അവർക്കാണ് വലിയ ഔലിയാ എന്നൊക്കെ പറയാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ആശയം എഴുതാം, അർത്ഥം എഴുതാനുള്ളതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അതിൻ്റെ അർത്ഥം എഴുതാം. അതിൻ്റെ അർത്ഥമാണ്: നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. 2ാമത്തത്, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക ത്വർഫുക. അങ്ങയുടെ കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇവിടെ എത്തിക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മുഅ്ജിസത്ത് എഴുതാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൈ വിരലുകൾക്കിടയിൽ വെള്ളം ഉറവ എടുത്തത് ഒരു മുഅ്ജിസത്താണ്. മറ്റൊന്ന്, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്, ഇസ്രാ മിഅ്റാജ് പോലെയുള്ള കുറേ മുഅ്ജിസത്തുണ്ട്, അതിൽ നിന്ന് ഒന്ന് എഴുതാം. 2, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത്. മണ്ണിൽ നിന്ന് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിക്കുക, മാറാവ്യാധികൾ സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക. ഇതെല്ലാം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണ്. ഏതെങ്കിലും ഒന്ന് എഴുതാം. 3, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത്.
നിലത്തിട്ടാൽ പാമ്പാകുന്ന വടിയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മോചിതത്ത്. സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ മോചിതത്ത്, പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നതാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ മോചിതത്ത്. അടുത്തത് 6, അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽ നിന്ന് 6 എഴുതാം. 99 പേരുണ്ട്, ഏതെങ്കിലും 6 എഴുതാം. 7-മത്തത് 2 വീതം എഴുതാം. അതിലൊന്ന് അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. ഈ 2 കാര്യങ്ങൾ എഴുതാം. 2-മത്തത് നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടെന്നതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക, അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടം ഉണ്ടാവുക, അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. ഇതിലേതെങ്കിലും 2 എഴുതാം. 8-മത്തെ ക്വസ്റ്റ്യൻ, ക്രമത്തിലാക്കാം. ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് ക്രമത്തിലാക്കി എഴുതാം. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദി. അങ്ങനെയാണ് എഴുതേണ്ടത്. കുറേ ഹുബ്ബ് എന്നുള്ള വാക്കുണ്ടായത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് ആ ഹദീസ് പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.